आज बयान नामक कहानी का सारांश बताऊंगी। कहानी का नाम है बयान। कहानीकार कौन है? कमलेश्वर है। हिंदी साहित्य के उच्च कोटि के रचनाकार है कमलेश्वर। वे कहानीकार, उपन्यासकार, नाटककार, संस्मरण लेखक, संपादक आदि सभी रूपों में प्रसिद्ध हैं। कहानीकार എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറി റൈറ്റർ, ഉപന്യാസകാർ, നോവലിസ്റ്റ്, നാടകക്കാർ, ഡ്രാമാറ്റിസ്റ്റ്, സംസ്മരൺ ലേഖക്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. ഓർമ്മക്കുറിപ്പ് എഴുതുന്ന ഒരാളാണ്. അവർ സമ്പാദക്. സമ്പാദക് എന്ന് പറഞ്ഞാൽ എന്താ? എഡിറ്റർ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ് कमलेश्वर। डाक बंगला, लौटे हुए मुसाफिर, तीसरा आदमी, काली आंधी, बदनाम गली, सुबह दोपहर शाम, अनबीता व्यतीत आदि उनके उपन्यास हैं। विहान नामक पत्रिका का संपादन कार्य भी उन्होंने किया है। हिंदी फिल्मों में भी वे संबद्ध रहे. हिंदी फिल्मुമായിട്ടും സിനിമയായിട്ടും അദ്ദേഹം ബന്ധപ്പെട്ട് കിടന്നു. उनकी कहानियों पर अनेक श्रेष्ठ फिल्में बनी हैं. सारा आकाश, आंधी, अमानुष, मौसम आदि कहानियों पर बनी हुई फिल्में हैं. उनकी और एक महत्वपूर्ण कहानी है राजा निरबंसिया। अपनी अभूतपूर्व प्रतिभा के फलस्वरूप वे कई तरह के सम्मानों एवं पुरस्कारों से पुरस्कृत हैं। उन्हें भारतीय ज्ञानपीठ पुरस्कार और भारत भारती सम्मान मिले हैं. സാഹിത്യത്തിൽ നൽകുന്ന പരമോന്നത അവാർഡായ പുരസ്കാരമായ ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പുരസ്കാരമാണ് ഭാരത് ഭാരതി സമ്മാൻ. ഇത് 2 അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള കഹാനിയാണ് ബയാൻ. बयान उनकी श्रेष्ठ कहानी है. इसमें एक स्त्री अपने जीवन में घड़ी घटनाओं को आत्मकथात्मक शैली में बयान देती है. ഇവിടെ ഈ നമ്മൾക്ക് പഠിക്കാനുള്ള കഥയാണ് ബയാൻ. ബയാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ബയാൻ എന്ന് പറഞ്ഞാൽ വിവരണം, വിവരിക്കുകയാണ്. സ്ത്രീ വിവരിക്കുകയാണ്. इसमें एक स्त्री अपने जीवन में घड़ी घटनाओं को आत्मकथात्मक शैली में बयान देती है എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സംഭവിച്ച സംഭവങ്ങളെ ആത്മകഥാ ശൈലിയിൽ ഇവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ സാരാംശമാണ് ഇപ്പോൾ പറയുന്നത്. സ്ത്രീ കാ പതി एक ഫോട്ടോഗ്രാഫർ था. ഫോട്ടോഗ്രാഫർ ആയിരുന്നു സ്ത്രീയുടെ പതി. ഉനോനെ ആത്മഹത്യാ കർ ലീ, ആത്മഹത്യ ചെയ്തു. പതി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതൊരു ഫ്ലാഷ് ബാക്ക് ആക്കിക്കൊണ്ടാണ് ഒരു സ്ത്രീ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ നടന്നുപോയ സംഭവങ്ങളെ വിവരിക്കുന്നത്. इसी वजह से स्त्री को अदालत में पेश किया गया. ഈ കാരണം കൊണ്ട് സ്ത്രീയെ കോടതിയുടെ മുമ്പാകെ പേശ് കർണ, പ്രസൻറ്റ് ചെയ്യുന്നു. वो कानून के सवालों पर अपनी पूरी जिंदगी की घटनाओं को सविस्तार बयान देती है. അവൾ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ അവൾ ന്യായാധീശൻ്റെ, ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് തൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെ സവിസ്താർസെ വിസ്തരിച്ചിട്ട് അവൾ വിവരിക്കുകയാണ് ജഡ്ജിയുടെ മുമ്പാകെ ചെയ്യുന്നത്. അതാണ് ഈ കഥയുടെ സന്ദർഭം. സ്ത്രീ शादी के पहले की बात शुरू करती हैं. कहानी के आरंभ में हम क्या देखते हैं? स्त्री अपने जीवन में
घड़ी हुई घटनाओं के बारे में बताती है. इसमें सबसे पहले शादी के पहले की बात शुरू करती है. കല്യാണത്തിന് മുമ്പേയുള്ള കാര്യങ്ങളാണ് അവൾ ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ പറയുന്നത്. बिशन 22 साल पहले का प्रेमी था. उसका प्रेमी है बिशन. 22 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ പ്രേമി ആയിരുന്നു ബിഷൻ. വ ബഹുത് സമജ്ദാർ ഔർ ജഹീൻ താ. അവൻ നല്ല ബുദ്ധിശാലിയായിരുന്നു, അറിവുള്ളവനാണ്, സമർത്ഥനാണ്. ലേക്കിൻ സ്ത്രീ കെ ഇൻകാർ കർണേ പർ വ ഉസ്സേ നെഹിം മില. അതുകൊണ്ട് തന്നെ സമർത്ഥനായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സ്ത്രീ ഇൻകാർ ചെയ്തപ്പോൾ, ഇൻകാർ കർണ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക, നിരസിക്കുക, തൻ്റെ സ്നേഹം പ്രേമം നിരസിക്കപ്പെട്ടപ്പോൾ പിന്നീട് അതിനുശേഷം അവളെ കണ്ടിട്ടേയില്ല. അബ് ഉസ്കെ സാത്ത് കോയി റിശ്താ ഭീ നഹീം. ഇപ്പോൾ ഒരു ബന്ധവുമില്ല അവനുമായിട്ട്. ബിഷൻ എന്ന് പറഞ്ഞ യുവാവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇനി അടുത്തത് ഇനിയുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ അതിനുശേഷമുള്ള സംഭവങ്ങളെ വിവരിക്കുകയാണ്. ആകെ സ്ത്രീ ഷാദി കെ ബാദ് കി ഹാലത്ത് ബതാത്തി ഹെ. ഇതിനുശേഷം ഷാദി കെ ബാദ് കി ഹാലത്ത്, ഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അവസ്ഥ, കല്യാണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചിട്ടാണ് പിന്നീട് വിവരിക്കുന്നത്. ഉസ്കെ പതിനെ ബേ ഇൻതഹ പ്യാർ കിയാ ഥാ ഔർ കബി തങ്ക് നഹീ കിയാ ഥാ. അവളുടെ പതി, കല്യാണത്തിന് ശേഷം അവളുടെ പതി ലിമിറ്റ്ലെസ് ആയിട്ട് അത്യധികം സ്നേഹിച്ചിരുന്നു. ബേ ഇൻതഹ എന്ന് പറഞ്ഞാൽ അതിരില്ലാത്തത്രയും സ്നേഹമാണ് അവൾക്ക് നൽകിയത്. അവർ കബി തങ്ക് നഹീ കിയാ ഥാ, ഒരിക്കലും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നില്ല. ബഡാ ഫോട്ടോഗ്രാഫർ ബനിന ഉൻകി ജിന്ദഗി കാ മക്സദ് താ. മക്സദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യമാണ് ബഡാ ഫോട്ടോഗ്രാഫർ ബനിന, വലിയൊരു ഫോട്ടോഗ്രാഫറായി തീരുക എന്നതാണ് അവൻ്റെ ഉദ്ദേശ്യം. വേ കരീബ് 5 साल तक സർക്കാരി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മേ ഫോട്ടോഗ്രാഫർ തേ. അവളുടെ ഭർത്താവ് ഏകദേശം 5 साल तक 5 വർഷത്തോളം സർക്കാരി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അതിനുശേഷം 2-3 പ്രവൃത്തികൾ, 2-3 ജോലികൾ ചെയ്തു. അതിനുശേഷം ചെയ്തിരിക്കുന്നത് കരീബ് 6 साल तक സർക്കാരി പത്രികാമേ ഫോട്ടോഗ്രാഫർ തേ. അവിടെയും ചെയ്തിരിക്കുന്നത് ഫോട്ടോഗ്രാഫർ തന്നെയായിരുന്നു. ഇവിടെ ജോലി ചെയ്തു കരീബ് 6 साल तक സർക്കാരി പത്രികാമേ ഒരു ഗവൺമെൻറ് പത്രികയിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. അവിടെയും ഫോട്ടോഗ്രാഫർ തന്നെയായിരുന്നു ജോലി. ഇനി അതിനുശേഷം ഉസ്കെ ബാദ് 4-4.5 साल तक एक വിജ്ഞാപൻ കമ്പനി മേ കാം കിയ. അതിനുശേഷം എന്ത് ചെയ്തു, 4-4.5 വർഷങ്ങളോളം വിജ്ഞാപൻ കമ്പനിയിൽ, ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു. ലേക്കിൻ സബി ധന്ദേ നഷ്ട ഹോ ഗയേ. ഒരു ജോലിയിലും സ്ഥിരമായി നിന്നില്ല. എല്ലാ ജോലികളും, കിട്ടിയ ജോലികളൊക്കെ നഷ്ടപ്പെട്ടു. വേ ബഹുത്ത് ഉദാസീൻ ഹോ ഗയേ. അവൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു, അവൻ്റെ ഉദ്ദേശ്യമാണ് വലിയൊരു ഫോട്ടോഗ്രാഫറായി തീരുക എന്നതായിരുന്നു ഉദ്ദേശ്യം. പക്ഷെങ്കിലോ ഇന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇസി ബീച്ച് ബച്ചി കാ ജന്മ ഹുവ. ബഹുത് മുഷ്കിൽ സേ ഗൃഹസ്ഥി ചൽത്തി തി. ആ ഇടയ്ക്കാണ് ഒരു മോള് ജനിച്ചു. ഗൃഹഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളതായിട്ട് മാറി. ബഹുത്ത് മുഷ്കിൽ കെ ദിൻ തിം, വളരെ തക്ലീഫ് കെ മുഷ്കിൽ കെ ദിൻ തിം, വളരെ പ്രയാസമേറിയ ദിവസങ്ങളായിരുന്നു. ഐസെ അവസർ പർ സ്ത്രീ കോ ലഡ്കിയോം കെ ഏക് സ്കൂൾ മേ അധ്യാപിക കെ രൂപ മേ നൗകരി മിലി. ആ ഇടയ്ക്കാണ് ഈ സ്ത്രീക്ക് പെൺകുട്ടികളുടെ ഒരു സ്കൂൾ, ഗേൾസ് സ്കൂളിൽ അധ്യാപിക എന്ന ഒരു ജോലി, അധ്യാപികയുടെ ജോലി ലഭിക്കുകയും ചെയ്തു. ഇനി അതിനുശേഷം എന്തുണ്ടായി എന്ന് നോക്കാം. ഏക് ഇതവാർ കെ ദിൻ മേ ബച്ചി കോ പഡോസ് മേ ഖേൽനെ കെ ലിയെ ബേച്ച് ദിയ.
ഒരു ഇത്തവാർ. ഇത്തവാർ എന്ന് പറഞ്ഞാൽ സൺഡേ, രവിവാർ എന്നും പറയും. इतवार के दिन में बच्ची को पड़ोस में खेलने के लिए भेज दिया. പഡോസ് എന്ന് പറഞ്ഞാൽ അയൽവക്കം. അയൽവക്കത്ത് കളിക്കുവാൻ വേണ്ടി കുട്ടിയെ അയച്ചു. പതിനെ സ്ത്രീക്ക് അധനംഗി തസ്വീരേം ലി. ആ സമയത്ത് അവളുടെ പതി എന്ത് ചെയ്തു? അധനംഗി, അർദ്ധനഗ്നയായ സ്ത്രീയുടെ ഫോട്ടോസ് എടുത്തു. തസ്വീർ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്, ചിത്രങ്ങൾ എടുത്തു. സമ്പാദകനെ ദോ തസ്വീരേം അഗലെ ദിൻ ഛാപ്പി തി. സമ്പാദക്, എഡിറ്റർ, പത്രത്തിൻ്റെ എഡിറ്റർ എന്ത് ചെയ്തു? അടുത്ത ദിവസത്തെ പത്രത്തിൽ ഇങ്ങനെ അർദ്ധനഗ്നയായ സ്ത്രീയുടെ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. ഹംഗാമ ശുരു ഹോനേക്ക യഹി കാരൺ താ. ഇങ്ങനെ കോലാഹലം, ബഹളം ഉണ്ടാകുവാനുള്ള ഒരേ ഒരു കാരണം ഇത് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നാട്ടിൽ നിന്നൊക്കെ പരക്കുകയും സ്കൂൾ അധികൃതരും മനസ്സിലാക്കുകയും ചെയ്തു. स्कूल के मैनेजर ने जल्दी ही चरित्रहीन अध्यापिका को बुलाया और नौकरी से हटा दिया. സ്കൂൾ മാനേജർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ദുസ്വഭാവമുള്ള അധ്യാപികയെ വിളിപ്പിക്കുകയും ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു, ജോലിയിൽ നിന്നും നീക്കി. ഇസ് നതീജെ കാ ജിമ്മേദാർ സ്വയം സ്ത്രീ കാ പതി ഹെ. ഈ ഫലം, ഇങ്ങനെ ഒരു ഫലം, ജോലി ഇല്ലാതെ, സ്ത്രീക്കും ജോലി ഇല്ലാതിരിക്കാൻ കാരണം അവളുടെ പതി തന്നെയായിരുന്നു. ഉസേ ടെലി ലെൻസ് ഖരീദിനെ കെ ലിയെ പൈസയ്ക്ക് ജരൂരത്ത് ഥി. അവൻ്റെ ഒരേ ഒരു ഉദ്ദേശ്യമാണ് വലിയൊരു ഫോട്ടോഗ്രാഫർ ആവുക എന്നത് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഒരു പുതിയ ടെലി ലെൻസ് വാങ്ങിക്കണം, അതിനു വേണ്ടി പൈസയുടെ ആവശ്യമാണ്. അങ്ങനെ പൈസ സമ്പാദിക്കുവാൻ വേണ്ടിയാണ് അവളുടെ പതി ഇങ്ങനെ അർദ്ധനഗ്നയായ പത്നിയുടെ ഫോട്ടോസ് എടുത്തത്. इसलिए स्त्री की अधनंगी तस्वीरें ली. पति अपने को दोषी समझकर जीवन भर रोता रहा. പതി അതിനുശേഷം താനാണ് എല്ലാത്തിനും ദോഷം ചെയ്തിരിക്കുന്നയാൾ എന്ന് കരുതുകയും ജീവിതം മുഴുവനും പിന്നീട് കരഞ്ഞുകൊണ്ടും ടെൻഷനിലും കഴിച്ചുകൂട്ടുകയാണ് ചെയ്തിരുന്നത്. അവസാനമായിട്ട് ഇനി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. एक दिन स्त्री काम खोजने के लिए घर से निकली. സ്ത്രീ ആർക്കും ജോലിയില്ലാതിരിക്കുമ്പോൾ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അവൾ ജോലിയും അന്വേഷിച്ചിട്ട് പുറപ്പെട്ടു. ബച്ചി പഠിനെ കെ ലിയെ സ്കൂൾ ഗയി തി. ബച്ചി സ്കൂളിലും പോയിരിക്കുന്നു. ഉസ് ദിൻ ചാദർ സേ ഫാസി ലഗാകർ ഉസ്നെ ആത്മഹത്യ കി. ആ സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരിക്കുന്ന സമയത്ത് ചാദർ സേ വിരിപ്പ് കൊണ്ട്, ഷീറ്റ് കൊണ്ട്, ഫാസി എന്ന് പറഞ്ഞാൽ തൂക്കുമരം, തൂക്കുകയറിൽ അവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അങ്ങനെ തൂങ്ങി മരിച്ചു. ये सारी बातें സ്ത്രീ കാനൂൻ കെ ആകെ ബയാൻ കർത്തി ഹെ. ഈ മുഴുവൻ കാര്യങ്ങളുമാണ് അവൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാര്യങ്ങളാണ്, ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് അദാലത്തിന് മുമ്പ്, കോടതിയുടെ മുമ്പാകെ സ്ത്രീ വിവരിക്കുന്നത്. ये सारी बातें स्त्री कानून के आगे बयान करती हैं. इसका फैसला भी कुछ होगा. അതിനുശേഷം ജഡ്ജ്മെൻറ്റ് എന്തുണ്ടായി എന്ന് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുന്നതാണ്. ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനം, വിധി. അപ്പം കോടതി എന്ത് വിധിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് ഈ സ്റ്റോറിയിൽ പിന്നീട് ഊഹിച്ചെടുക്കാവുന്നതാണ്. ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഈ നമ്മുടെ ഭാരതത്തിലുള്ള ന്യായവ്യവസ്ഥയുടെ കോഖലാപ്പൻ, പൊള്ളത്തരത്തെയാണ് സ്റ്റോറി റൈറ്റർ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബയാൻ കഹാനി സ്വതന്ത്ര ഭാരത് കെ ന്യായതന്ത്ര കെ കോഖലാപ്പൻ को उजागर करती है. एक साधारण आदमी की आर्थिक विषमता, मानसिक धुंध, अभिलाषाओं की असफलता, उदासीनता,
आत्महत्या की जांच, अदालत में मुकदमा, फैसला आदि अनेक बातों का बारीकी से ബയാൻ करने में കമലേശ്വർ സഫൽ हुए हैं. അപ്പോൾ ഈ സ്റ്റോറിയിലൂടെ കമലേശ്വർ എന്തിനൊക്കെ കുറിച്ചിട്ടാണ് നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യൻ്റെ ആർത്തിക് വിഷമത, സാമ്പത്തികമായ വിഷമം, മാനസിക് ദ്വന്ദ്, ദ്വന്ദ് എന്ന് പറഞ്ഞാൽ സംഘർഷം, മാനസിക സംഘർഷം, അഭിലാഷാവും കി അസഫലത, ആഗ്രഹങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ക്യാമറ വാങ്ങിക്കുക, ടെലി ലെൻസ് വാങ്ങിക്കുക എന്നതാണ് അവൻ്റെ വലിയൊരു ഉദ്ദേശ്യമായിരുന്നു. അതൊരിക്കലും സാധിക്കുന്നില്ല. അങ്ങനെ അഭിലാഷകളുടെ, ആഗ്രഹങ്ങളുടെ അസഫലതയാണ്, പരാജയമാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഉദാസീനത, ടെലി ലെൻസ് വാങ്ങിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവൻ എപ്പോഴും ഉദാസീനനായി ജീവിക്കുന്നു, കരഞ്ഞു കരഞ്ഞ് ജീവിതം കഴിച്ചുകൂട്ടുന്നു. അങ്ങനെ ഒരു സ്ഥിതിയിലാണ് അവരുടെ പതി. ആത്മഹത്യാ കി ജാഞ്ച്, ആത്മഹത്യ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അന്വേഷണം. അദാലത്ത് മേ മുക്കദമ, അന്വേഷണം എവിടെ എത്തി? കേസായി കോടതിയിലെത്തി. അദാലത്തിൽ വെച്ചിട്ട് അതിനെ കേസ് വിധിക്കുന്നു. ഫൈസല, വിധി അവിടെ തീരുമാനിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് കമലേശ്വർ തൻ്റെ സ്റ്റോറിയിൽ, ബയാൻ എന്ന് പറഞ്ഞ സ്റ്റോറിയിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്.